രാധേശ്യാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വളരെ ലളിതമായിട്ട് ചുരുക്കത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസാനം പറഞ്ഞത് ഭാഗവത പാരായണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതായ അല്ലെങ്കിൽ ചൊല്ലേണ്ടതായ ധ്യാന ശ്ലോകങ്ങൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അതാണ് എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. ഈ ധ്യാന ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് പുരാണങ്ങൾ ഒക്കെ പാരായണം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചൊല്ലേണ്ടുന്നതായ ശ്ലോകങ്ങളാണ്. അതിപ്പോൾ പുരാണത്തിൽ നിന്നുള്ളതുമാവാം, പുറമേ നിന്നുള്ളതുമാവാം. എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് ഈ ധ്യാനം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പുറപ്പെടുന്നതിന് മുമ്പ്, ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഹസ്രനാമം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ധ്യാനമുണ്ട്. ലളിതാ സഹസ്രനാമത്തിലാവട്ടെ ശിവസഹസ്രനാമത്തിലാവട്ടെ ഒക്കെ സഹസ്രനാമം നമ്മൾ ചെല്ലാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ധ്യാന ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ധ്യാനം അവിടെ കാണാം. അതുപോലെ ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള പൂജകളാണെങ്കിൽ അതിനു മുമ്പും ധ്യാനമുണ്ട്, ധ്യാന ശ്ലോകങ്ങൾ ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ ഈ ധ്യാന ശ്ലോകങ്ങൾ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ധ്യാനിക്കുക ആ ദേവതയെ. വിഷ്ണു സഹസ്രനാമമാണെങ്കിൽ ഭഗവാനെ, കൃഷ്ണനെ, വിഷ്ണുവിനെ ധ്യാനിക്കുക. ലളിതാ സഹസ്രനാമമാണെങ്കിൽ അമ്മയെ, ഭഗവതിയെ ഉള്ളിലേക്കൊരു ചിത്രം കൊണ്ടുവരിക. ധ്യാനം എന്ന ഉയർന്ന തലത്തിലേക്ക്, ആ വലിയൊരു പദവിയിലേക്ക് ഒന്നും എത്തിയില്ലെങ്കിലും നമ്മളൊക്കെ സംസാരത്തിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് നേരെ അതിൽ നിന്ന് സഹസ്രനാമം ജപിക്കാൻ എന്ന് പറഞ്ഞു വന്നിരിക്കുമ്പോഴേക്കും അതിലേക്ക് ഒരു ഏകാഗ്രത കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പം അതിനു മുമ്പായിട്ട് ഒരു ചെറിയ ചിത്രമെങ്കിലും ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ, ഏതാണോ ദേവത അല്ലെങ്കിൽ എന്താണോ ചെയ്യാൻ പോകുന്ന കാര്യം, അതിനെക്കുറിച്ച് ചെറിയൊരു ചിത്രമെങ്കിലും നമ്മളുടെ മനസ്സിൽ വരച്ചെടുക്കാൻ പറ്റിയാൽ അത്രയെങ്കിലും ഏകാഗ്രത നമുക്ക് അതിലേക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ ധ്യാന ശ്ലോകങ്ങൾ ചെല്ലണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഋഷീശ്വരന്മാര്, പൂർവാചാര്യന്മാര് കൽപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഭഗവാന്റെ ഒരു തരത്തിലുള്ള ചിത്രവും ഉള്ളിലേക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു സങ്കല്പമെങ്കിലും നമ്മളുടെ മനസ്സിലുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സമ്പ്രദായത്തെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മിക്കവാറും ഈ ധ്യാന ശ്ലോകങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെ അതാത് ഗ്രന്ഥങ്ങളിൽ എന്ത് പറയുന്നുവോ അതിനോട് യോജിച്ച് നിൽക്കുന്നത് തന്നെ ആയിരിക്കും, അഥവാ അതിൽ പറയുന്ന ശ്ലോകങ്ങൾ തന്നെ ആയിരിക്കും. ആ ശ്ലോകങ്ങൾ പുറത്തു നിന്നുള്ളതുമാവാം. ഇപ്പോൾ ഭാഗവതം അല്ലെങ്കിൽ രാമായണം ഒക്കെ പാരായണം ചെയ്യുന്ന സമയത്ത് അതിനു മുമ്പ് എഴുതി ചേർത്തിട്ടുള്ള ധ്യാന ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് അതിൽ തന്നെ ഉദ്ധരിച്ചിട്ടുള്ളതുമാവാം. അങ്ങനെയാണ് അത് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ 14,101 ശ്ലോകങ്ങൾ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. ഈ എല്ലാ ശ്ലോകങ്ങളും തുല്യ പ്രാധാന്യമുള്ളതാണ്. ഇതിലിപ്പോൾ ഒരു വിസർഗമാവട്ടെ, ഒരു കുത്താവട്ടെ, ഒരു കോമയാവട്ടെ, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, ഒരു ആശ്ചര്യ ചിഹ്നമാവട്ടെ, ഇതൊന്നും തന്നെ വിട്ട് കളയാനില്ല. ഒന്നും കളയാനുമില്ല, ഒന്നും ചേർക്കാനുമില്ല. അങ്ങനെയുള്ള ഒന്നാണ് ഭാഗവതം. 18,000 ഗ്രന്ഥങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു ഗ്രന്ഥം എന്ന് പറയുമ്പോൾ 32 അക്ഷരങ്ങൾ ചേർന്നത്. അങ്ങനെയുള്ള 18,000 ഗ്രന്ഥങ്ങൾ ചേർന്നതാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണം. ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഒരു ശ്ലോകം എന്നർത്ഥമില്ല, അങ്ങനെ എടുക്കരുത്, അങ്ങനെ ധരിക്കരുത്. 32 അക്ഷരങ്ങൾ വരുന്ന ഒരു സമൂഹം വന്നാൽ അതിനെ ഒരു ഗ്രന്ഥം എന്ന് പറയും. അങ്ങനെയുള്ള 18,000 ഗ്രന്ഥങ്ങൾ ചേർന്നതാണ് ശ്രീമദ് ഭാഗവതം. ശ്ലോകസംഖ്യയായിട്ട് പറയുകയാണെങ്കിൽ 14,101 ശ്ലോകങ്ങൾ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ശ്ലോകങ്ങളിൽ നിന്ന് കുറച്ച് ശ്ലോകങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് വളരെ പ്രധാനപ്പെട്ടതായിട്ടും അത് ധ്യാനത്തിൽ അല്ലെങ്കിൽ ധ്യാന ശ്ലോകങ്ങളായിട്ട് ഉൾപ്പെടുത്തേണ്ടതായിട്ടും മഹാത്മാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നതായിട്ട് കാണാം. ഇനി ശ്രീമദ് ഭാഗവതത്തിലുള്ള മറ്റ് ശ്ലോകങ്ങളൊന്നും ധ്യാനത്തിൽ ചെല്ലാൻ പാടില്ല എന്നൊന്നും ഈ പറയുന്നതിന് അർത്ഥമില്ല. ഭാഗവതം വായിക്കുന്നതിന് മുമ്പ് ഇതെങ്കിലുമൊക്കെ ചെല്ലണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അങ്ങനെ ശ്രീമദ് ഭാഗവതത്തിലെ ധ്യാന ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ അതിലാദ്യം വരുന്ന ധ്യാന ശ്ലോകം ഭാഗവതം തന്നെ ആരംഭിക്കുമ്പോഴുള്ള ആദ്യത്തെ ശ്ലോകമാണ്. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് എന്നാരംഭിക്കുന്നു. അസ്യ ജന്മാദി, ഈ കാണുന്നതായ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ജന്മാദികൾ. അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും, അതായത് ഈ പ്രകൃതി എന്നത് കൂടി ചേരുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ പ്രകൃതി എന്നത് ഉണ്ടാകുന്നത് തന്നെ
ചിലതുകളുടെ കൂടിച്ചേരൽ കൊണ്ടും ചിലതുകളുടെ ചേർച്ചയില്ലായ്മ കൊണ്ടുമാണ്. അപ്പോൾ അങ്ങനെയുള്ള അന്വയ വ്യതിരേകങ്ങൾ കൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ജന്മാദികൾ, അതായത് അതിൻ്റെ ഉദ്ഭവം, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ നാശം, ഇതൊക്കെ ഏതൊരുവനിൽ നിന്നാണോ അർത്ഥേഷു അഭിജ്ഞസ്വരാട്, അർത്ഥാദികളിൽ ഈ കാണുന്ന സകല പഞ്ചഭൂതാദികളിലും സകലതിനെക്കുറിച്ചും അഭിജ്ഞനായിട്ടുള്ളവൻ, എന്നുവെച്ചാൽ സകലതിനെക്കുറിച്ചുമുള്ള അറിവുള്ളവൻ, സർവജ്ഞനായ ഭഗവാൻ, കൃത്യമായ അറിവോടുകൂടിയവൻ ആരോ, സ്വരാട് സ്വയം പ്രകാശിക്കുന്നവനാരോ, തേനേ ബ്രഹ്മഹൃദയ ആദി കവയേ, ബ്രഹ്മാവിനായിക്കൊണ്ട് വേദത്തെ ഹൃദയത്തിലൂടെ ആരാണോ, ഏതൊരുവനാണോ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ വിസ്തരിച്ചു കൊടുത്തത്, ഹൃദയം ടു ഹൃദയം ട്രാൻസ്മിഷനാണ് അവിടെ നടന്നത്. ആ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് വേദത്തെ ബ്രഹ്മാവിനായിക്കൊണ്ട് ഏതൊരുത്തനാണോ പകർന്നു കൊടുത്തത്, മുഹ്യന്തിയത് സൂരയ, ഏതൊന്നിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണോ വിദ്വാൻമാര്, ഋഷീശ്വരന്മാര്, മഹാത്മാക്കള്, അറിവുള്ളവര്, സൂര്യകള് ഒക്കെ മുഹ്യന്തി ഇപ്പോഴും മോഹിച്ചു കൊണ്ടിരിക്കുന്നത്, തേജോ വാരി മൃദാം യഥാ വിനിമയ യത്ര ത്രിസർഗോ മൃഷ, തേജോ വാരി മൃദാം യഥാ വിനിമയ, അഗ്നി, വെള്ളം, അതുപോലെ മണ്ണ്, ഇതൊക്കെ ഒന്നാണെങ്കിലും നമുക്ക് ഇതൊക്കെ പലതായിട്ട് തോന്നുന്നു. ഒന്നാണിതെങ്കിലും പലതായിട്ട് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഒന്നല്ലല്ലോ, പല തന്നെയല്ലേ എന്നാണ് നമുക്ക് സംശയം ഉണ്ടാവുക. അതല്ല, സത്യത്തിൽ അതൊക്കെ ഒന്ന് തന്നെയാണ്. അതാണ് ആദ്യം സൂചിപ്പിച്ചതായ അന്വയം, വ്യതിരേകം എന്ന രണ്ട് ഭാവങ്ങൾ. ചിലതൊക്കെ കൂടി ചേർന്ന് നിൽക്കുന്നതും ചിലതൊക്കെ വിഘടിച്ച് നിൽക്കുന്നതുമാണ് സത്യത്തിൽ ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യം. അപ്പോൾ അതിനെയൊക്കെ അതാതിൻ്റെ സ്ഥാനങ്ങളിൽ ഈശ്വരൻ നിലനിർത്തുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കൃത്യമായ സ്ഥലങ്ങളിൽ അതിനെയൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് ചിലത് നമുക്ക് വേറെയാണെന്ന് തോന്നും. ഈ കാണുന്നതൊക്കെ ഒന്ന് മാത്രം തന്നെയുള്ളൂ. ഇനി അതിൽ നമുക്ക് വ്യത്യസ്തതകൾ തോന്നുന്നുണ്ടെങ്കിൽ അത് എത്ര ത്രിസർഗോ മൃഷ, ഇല്ലാത്തതായ മായ കൊണ്ട് ഈ ത്രിഗുണങ്ങൾ, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന 3 ഗുണങ്ങളെ കൊണ്ട് ഇല്ലാത്തതായ ഈ പ്രകൃതിയെ മുഴുവൻ ഉണ്ടാക്കി, അതൊക്കെ മിഥ്യയാണെങ്കിലും ഒക്കെ ഉള്ളതുപോലെ ഏത് മായ കൊണ്ടാണോ നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഏതൊരുവനിൽ നിന്നുള്ള മായ കൊണ്ടാണോ നമുക്കതൊക്കെ ഉണ്ട്, സത്യമാണ് എന്ന് തോന്നുന്നത്, ധാമുനാസ്വേന സദാ നിരസ്ത കുഹകം, തൻ്റെ തേജസ് കൊണ്ട് ഈ പറയുന്ന മായ എന്ന അന്ധകാരത്തിന് അപ്പുറത്തേക്ക് നിന്ന് അതിനെ അതിക്രമിച്ചുകൊണ്ട്, അത് തന്നെ ബാധിക്കാതെ ആ അന്ധകാരത്തിൻ്റെ അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് പ്രകാശിക്കുന്നതായ പ്രകാശസ്വരൂപനാരോ, സത്യം പരം ധീമഹി, ആ സത്യത്തെ നാശമില്ലാതിരിക്കുന്ന, എന്നും നിലനിൽപ്പ് മാത്രമായിട്ടിരിക്കുന്ന പരം ധീമഹി, പരമേശ്വരനെ എന്ന് പറയാം, അല്ലെങ്കിൽ ആ പരമാത്മാവിനെ ധ്യാനിക്കുന്നു, ആ പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ഇവിടെ സത്യം പരം ധീമഹി, സത്യം എന്ന രീതിയിലാണ് ഈശ്വരനെ പറഞ്ഞത്. പരബ്രഹ്മത്തിൻ്റെ ലക്ഷണത്തെ തന്നെയാണ് ഈ പറഞ്ഞു തരുന്നത്. പിന്നെ ഭാഗവത ഗ്രന്ഥം, സ്വതേ ഒരു ഗ്രന്ഥം ആരംഭിക്കുന്ന സമയത്ത് ആ ഗ്രന്ഥത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് അതിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും സൂചിപ്പിക്കണം എന്നാണ് നിയമം. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പരമമായ സത്യത്തെ ഭാഗവതത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നു, പരബ്രഹ്മത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നു. അതിനെ പരമമായ സത്യം എന്നാണ് ബ്രഹ്മത്തെ പറയാൻ ഏറ്റവും എളുപ്പം. ഇനി ബ്രഹ്മം എന്ന നിലയിലൊന്നും ഈശ്വരനെ നമുക്ക് കാണാറായിട്ടില്ല, ആ ഒരു തലത്തിലേക്ക് ഒന്നും നമ്മൾ വളർന്നിട്ടില്ല എങ്കിൽ പോലും നമുക്കിപ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള ഈശ്വരനെ എങ്ങനെ വേണമെങ്കിലും കാണാമല്ലോ. അതിന് പാകത്തിന് ഭഗവാൻ പല പല രൂപഭാവങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നിടത്ത് ഏതൊരുവനെ സംബന്ധിച്ചിടത്തോളവും അവൻ ഇപ്പം ഏത് തരത്തിൽ രൂപം സ്വീകരിച്ച ഭഗവാനെ ഭജിക്കുന്നവനും ആവട്ടെ, മഹാവിഷ്ണുവിനെയും ഭജിക്കുന്നവനാവാം, ഇനിയിപ്പോൾ അതല്ല മഹാദേവനെയും ഭജിക്കുന്നവനാവാം, ഇങ്ങനെ ഏത് ദേവതാ രൂപത്തിലുള്ള
ഭഗവാനെ ഭജിക്കുന്നവനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഏത് ദേവതാരൂപത്തെ ഭജിക്കുന്നവനാണെങ്കിൽ പോലും, ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭജിക്കുന്ന ഈശ്വരൻ എന്നത് അവൻ്റെ കാഴ്ചപ്പാടിലുള്ളത് എന്തോ അത് സത്യമാണ്. അത് സത്യമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ, ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഭജനം എന്നുള്ളത് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സത്യം എന്ന രീതിയിൽ ഒരു സൂചന നൽകിയതിലൂടെ അവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടദേവതയെ ധ്യാനിക്കാം. ആ ഇഷ്ടദേവത ആര് തന്നെ ആയാലും ഇവിടെ അതിന് ച്യുതി സംഭവിക്കുന്നില്ല. ഭഗവാൻ തന്നെ ഭക്തർക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഭാഗവതത്തിൽ തന്നെ പറഞ്ഞത് അവതാരാഹി അസംഖ്യേയ. ഭഗവാന്റെ അവതാരങ്ങൾ എത്രയെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതൊന്നുമല്ല, അസംഖ്യമാണ്. ഇപ്പം നമ്മളുടെ ഗൃഹത്തിലുള്ള പൂജാമുറിയിൽ ഒരു കദളിപ്പഴം വെച്ച്, ഒരു തുളസീദളം അതിലിട്ട്, ഒരു ധരണി ജലം അതിലേക്ക് ഒഴിച്ച്, അത് അമൃതാണ് എന്ന് സങ്കല്പിച്ച് ഭഗവാന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ ഭഗവാൻ വരുന്നുണ്ടെങ്കിൽ അതും ഒരു അവതാരം തന്നെ. പക്ഷേ അത് ആ പർട്ടിക്കുലർ വ്യക്തി ആരോ അവരുടെ മുമ്പിൽ അവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു അവതാരമാണെന്ന് മാത്രം. അതും ഒരു അവതാരം തന്നെ. അവതാരാഹി അസംഖ്യേയ. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് അവനവന് ഇഷ്ടമുള്ള ദേവത ആരോ അവരെ സങ്കല്പിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ വിഷ്ണു പരം ധീമഹി, കൃഷ്ണം പരം ധീമഹി, അല്ലെങ്കിൽ രുദ്രം പരം ധീമഹി എന്നൊക്കെ പറഞ്ഞാലും വൃത്തഭംഗം വരാനോ അർത്ഥം തെറ്റാനോ ഒന്നും പോണില്ല. അപ്പോൾ അത് നമ്മളുടെ സങ്കല്പത്തിലിരിക്കട്ടെ, ധ്യാനത്തിൽ അങ്ങനെ വരട്ടെ. അവനവൻ സങ്കല്പിക്കുന്ന സത്യം ഏതോ ആരോ അവർ വരട്ടെ ധ്യാനത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ വേദവ്യാസ മഹർഷി അല്ലെങ്കിൽ വേദവ്യാസ മുനി സത്യം പരം ധീമഹി എന്ന് പറഞ്ഞത്. ആ ഇഷ്ടദേവത ആരായാലും സത്യമാണ്. അത് സത്യമാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. ആ സത്യമാകുന്ന ബ്രഹ്മത്തിൽ നിന്നാണ് ഇവിടെ ജന്മാദികൾ മുഴുവൻ ഉണ്ടാകുന്നത്, ഈ പ്രകൃതിയുടെ മുഴുവൻ. ആ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മാവിലേക്ക് വേദത്തെ പകർന്നു കൊടുത്തത്. ആ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാനാണ് സൂര്യകളായവരൊക്കെ തന്നെ മോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നും സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യമാണ്. അതിൽ നിന്ന് തന്നെയാണ് മായ ഉണ്ടായത്. ആ മായ തന്നെയാണ് ത്രിഗുണങ്ങളോട് കൂടിയ ഈ പ്രകൃതിയെ ഉണ്ടാക്കുന്നതും. ഇനി ഇല്ലാത്തതാണെങ്കിൽ തന്നെ, മിഥ്യയാണെങ്കിൽ തന്നെ അത് ഉണ്ട് എന്ന തോന്നൽ നമ്മളുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തീർത്തും ഇല്ലാത്തതായ ഒന്ന് അത് ഉണ്ട് എന്ന് തോന്നുന്നത് തന്നെ ഒരു തരത്തിലുള്ള അന്ധകാരമാണ്. ആ അന്ധകാരമാണ് മായ. ആ മായയെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഒരു ഇരുട്ടിനെ ഇല്ലാതെയാക്കാനുള്ള വഴി പ്രകാശമാണ്. അപ്പോൾ ഇവിടെ മായ എന്ന അന്ധകാരത്തെ തൻ്റെ തന്നെ പ്രകാശം കൊണ്ട്, തേജസ് കൊണ്ട് ഇല്ലാതെയാക്കി ഏതൊരു ചൈതന്യമാണോ അതിൻ്റെയും അപ്പുറത്തേക്ക് നിൽക്കുന്നത്, മായ ബാധിക്കാത്ത രീതിയിൽ മായയെ അകറ്റി നിർത്തിയിട്ടുള്ളത്, ആ ചൈതന്യം സത്യം. ആ സത്യത്തെ, ആ പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ ധ്യാന ശ്ലോകങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒന്നാമത്തെ ശ്ലോകമായിട്ട് ആ ശ്ലോകം തന്നെയാണ് ചെല്ലാറ്. ധ്യാന ശ്ലോകത്തിൽ അടുത്തത് എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ തന്നെ ശ്ലോകമാണ്. ഇത് ഒന്നാമത്തെ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ രണ്ടാമത് വരുന്ന ശ്ലോകമാണ്. ഭാഗവതത്തിൻ്റെ മഹത്വത്തെ അഥവാ ഭാഗവതത്തിൻ്റെ വൈഭവത്തെ പറയുന്നതായിട്ടുള്ള ശ്ലോകമാണ്. ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമഃ. പ്രോജ്ജിതകൈതവമായ പരമമായ ധർമ്മത്തെ ഇവിടെ പറയുന്നു. ഈ ഭാഗവതത്തിൽ ആ ധർമ്മത്തെ പറയുന്നു. ആ ധർമ്മത്തിൻ്റെ പേരാണ് ഭാഗവത ധർമ്മം. അതവിടെ ഇരിക്കട്ടെ. എങ്ങനെയുള്ള ധർമ്മം എന്നാണെങ്കിൽ നിർമത്സരാണാം സതാം വേദ്യം. മത്സരാദികൾ ഒട്ടുമില്ലാത്ത, മനസ്സിലെ ഒട്ടും മത്സരമില്ലാത്ത സജ്ജനങ്ങളാൽ എന്നും പറയപ്പെടുന്നതും അനുഷ്ഠിക്കപ്പെടുന്നതും ആയിട്ടുള്ള പരമമായ ഏറ്റവും ഉത്കൃഷ്ടമായ ധർമ്മം ഏതാണോ, അല്ലെങ്കിൽ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന ധർമ്മം എന്താണോ അതിനെ ഈ ഭാഗവതത്തിൽ ഇവിടെ പറയപ്പെടുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരമമായ ധർമ്മത്തെ ഇവിടെ പറയപ്പെടുന്നു. നിർമത്സരാണാം സദാം വേദ്യം. ഭാഗവതം എന്നുള്ളത് എങ്ങനെയുള്ളതാണ്? അത് മത്സരബുദ്ധി ഒട്ടുമില്ലാത്ത സജ്ജനങ്ങളാൽ അനുഭവിക്കപ്പെടുന്നതാണ്. അവർ പോലും കീർത്തിക്കുന്നതാണ്, ഉപാസിക്കുന്നതാണ് ഭാഗവതത്തിനെ.
എന്നും പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭാഗവതത്തിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാറാവാൻ ആ മത്സരാദികൾ ഇല്ലാത്തതായ ഒരു നിലയിലേക്കാണ് ഉയരേണ്ടത് എന്ന സൂചന കൂടി ഇവിടെ തരുന്നു. വാസ്തവം അത്ര വസ്തു ശിവദം. വാസ്തവമായ എന്നും ഉള്ളതായ വസ്തു എന്നതാണ് ഭാഗവതം. ശിവദം മംഗളത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഭാഗവതം. താപത്രയോന്മൂലനം. താപത്രയങ്ങൾ എന്ന് പറയുന്ന ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്ന 3 തരത്തിലുള്ള താപങ്ങളാണ് ഇവിടെ ഏതൊരുവനും അനുഭവിക്കുന്നത്. ആ താപങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്നത്, വേരോടെ പറിച്ചെടുത്ത് കളയുന്നത്. ഇനി ഒരു തരത്തിലും ആ താപങ്ങൾ ഒരുവനെ ബാധിക്കാത്ത രീതിയിൽ വേരോടെ പിഴുതെടുത്ത് കളയുന്നത്. അങ്ങനെയുള്ള ഒന്നാണ് ഭാഗവതം. ഈ ഭാഗവതം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ, മഹാമുനിയായ വേദവ്യാസനാൽ രചിക്കപ്പെട്ട ശ്രീമദ് ഭാഗവതത്തിൽ ഈ മേൽ പറഞ്ഞതൊക്കെ ഉണ്ട്. കിം വാ പരൈഹി. ഇതേ വേദവ്യാസ മഹർഷി തന്നെ രചിച്ചതായ മറ്റനവധി പുരാണങ്ങൾ ഇതിനു മുമ്പ് രചിച്ചതുണ്ട്. ഇനി എന്തിനാ അതൊക്കെ എന്നാണ്. ഇനി അതിൻ്റെയൊക്കെ ആവശ്യം എന്ത്? ആ പുരാണങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളെ കൂടെ തീർത്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലുള്ളവർക്ക് കണക്കാക്കിക്കൊണ്ട് വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതത്തെ രചിച്ചത്. അങ്ങനെ ഇരിക്കെ ഇനി മറ്റൊന്നിൻ്റെയും ആവശ്യം വരണില്ല. ഇനി ഭാഗവതം തരുന്നത് പോലെയുള്ളൊരു ഫലത്തെ കിംവാപരൈഹി മറ്റേതെങ്കിലും തരും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഭാഗവതത്തിലൂടെ എന്തുണ്ടാവണു എന്ന് ചോദിച്ചാൽ ഈശ്വര സദ്യോ ഹൃദ്യമരുധ്യതേ അത്ര കൃതിഭിശുശ്രൂഷുഭിസ്തക്ഷണാത്. ഭഗവാൻ അത്ര കൃതിഭി ശുശ്രൂഷുഭി, സുഹൃതികളായ, ശുശ്രൂഷുഭി ശുശ്രൂഷുക്കളായ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വളരെയധികം ഇച്ഛയുള്ളവരായ, താല്പര്യമുള്ളവരായ ആ പുണ്യാത്മാക്കളുടെ ഹൃദയത്തിൽ സദ്യോ ഹൃദി അവരുദ്ധ്യതേ ഈശ്വര, വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ ഹൃദയത്തിൽ വന്നിരിക്കുന്നു. ആ ഭഗവാനെ നമ്മളുടെ ഹൃദയത്തിൽ സ്വന്തമാക്കി കൊണ്ടുവന്ന് തരാൻ കെൽപ്പുള്ളതാണ് ശ്രീമദ് ഭാഗവതം. എന്നാൽ ഭാഗവതത്തിൻ്റെ മഹത്വത്തെ എടുത്തു പറയുന്ന, ഭാഗവതത്തിൻ്റെ വൈഭവത്തെ എടുത്തു പറയുന്നതായ ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകമാണ് അടുത്ത ധ്യാന ശ്ലോകം. തുടർന്ന് നിഗമകൽപതരോർ ഗളിതം ഫലം. എന്തുകൊണ്ട് ഭാഗവതത്തിന് ഇത്രയധികം മഹത്വം എന്നതിനെ പറയുന്നു. വേദമാകുന്ന കൽപ്പക വൃക്ഷത്തിൽ നിന്ന് അടർന്നു വീണതായ ഒരു പഴം. അത് എങ്ങനെ വീണു എന്ന് ചോദിച്ചാൽ ശുകമുഖാത്, ശ്രീശുകൻ എന്ന ഒരു തത്ത കൊത്തി അടർത്തിയിട്ട ഒരു പഴമാണത്. അമൃതദ്രവസയുതം, അത് അമൃതിൻ്റെ രസം നിറഞ്ഞ ഒരു ഫലം. ആ ഫലത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു രസമാണ് ഈ ഭാഗവതം. പിബത ഭാഗവതം രസം. ആ ഭാഗവതം എന്ന രസത്തിനെ നിങ്ങൾ പാനം ചെയ്തോളൂ. പിബത എങ്ങനെ കുടിക്കാനാണ് പറയണതെന്ന് ചോദിച്ചാൽ മുഹുഹു, വീണ്ടും 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 പാനം ചെയ്യാൻ. എത്ര കാലം? ഏതുവരെ? ആലയം. എപ്പോൾ ഭഗവാനുമായിട്ട് വിലയം പ്രാപിക്കുന്നുവോ അതുവരെ ഭാഗവതം എന്ന ഈ രസത്തെ പാനം ചെയ്യൂ. അല്ലെങ്കിൽ ഭഗവാൻ എന്ന ആ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേർന്ന് വിലയം പ്രാപിച്ചിരിക്കുന്ന തന്മയീ ഭാവത്തിലിരിക്കുന്ന ആ അവസ്ഥയിലും ഭാഗവതത്തിനെ പാനം ചെയ്തോളൂ. അഹോ രസികാഹ ഭുവി ഭാവുകാഹ. ഹേ രസികന്മാരെ, ഭൂമിയിലെ ഭാഗ്യശാലികളായിട്ടുള്ള ജനങ്ങളെ, കയ്യിലേക്ക് വീണ് കിട്ടിയ ഒന്നാണ് ഭാഗവതം എന്നുള്ളത്. വേദമാകുന്ന കൽപ്പക വൃക്ഷത്തിൽ നിന്ന് ശ്രീശുകൻ എന്ന തത്ത കൊത്തി അടർത്തിയിട്ട പഴത്തിൽ നിന്ന് ഒഴുകി വരുന്ന രസമാണ് ഭാഗവതം. ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് ഒരു ഫലത്തിൻ്റെ, ഒരു പഴത്തിൻ്റെ രസമാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ഞെട്ടും തൊലിയൊന്നുമല്ല. ആ ഭാഗവതത്തിൽ നിന്ന് ഒന്നും ത്യജിക്കാനായിട്ടില്ല, ഒന്നും ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടില്ല. ആ ഭാഗവതമാകുന്ന രസത്തെ പാനം ചെയ്യൂ രസികന്മാരെ. ഭാഗവതത്തിൻ്റെ മഹത്വത്തെ തന്നെ വിളിച്ചു പറയുന്നതായ ശ്ലോകമാണ് നമ്മൾ ധ്യാന ശ്ലോകത്തിലെ 3-ാമതായിട്ട് ഉൾപ്പെടുത്തുന്നത്.
ഈ ശ്ലോകത്തിലൂടെ ഭാഗവതത്തിൻ്റെ മഹത്വത്തെ പറഞ്ഞ് ഒപ്പം ഭൂമിയിൽ ജനിച്ച ഭാഗ്യശാലികളെ എന്ന ഭൂമിയിലെ മനുഷ്യരെ പറഞ്ഞ് ഒപ്പം അന്ന് തന്നെ വേദവ്യാസൻ ശ്രീമദ് ഭാഗവതം ശ്രവിക്കാനുള്ള അല്ലെങ്കിൽ ഭാഗവതം കയ്യിലെടുക്കാനുള്ള നോട്ടീസ് അന്ന് തന്നെ അച്ചടിച്ച് വെച്ചിരിക്കുന്നു. ഭാഗവതത്തിലെ 3-ാമത്തെ ശ്ലോകമായിട്ട് ആദ്യത്തെ നോട്ടീസാണ് ഈ ശ്ലോകം. വരൂ, ഭാഗവതത്തിനെ വീണ്ടും വീണ്ടും പാനം ചെയ്യൂ രസികന്മാരെ, ഭൂമിയിലുള്ള ഭാഗ്യശാലികളെ, ഭഗവാനിലേക്ക് ലയം പ്രാപിക്കുന്നത് വരെ ഭാഗവതം എന്ന രസത്തെ കുടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ള ക്ഷണമാണ് ഈ ശ്ലോകം. അതാണ് നമ്മൾ 3-ാമത്തെ ശ്ലോകമായിട്ട് ധ്യാന ശ്ലോകത്തിൽ ഉൾപ്പെടുത്തുന്നത്. രാധേശ്യ. തുടർന്നുള്ള ധ്യാന ശ്ലോകങ്ങളെ നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം. രാധേശ്യ.